അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. ആ അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് വീട് എന്നുള്ളത്. വീട് എന്നുള്ളത് നമുക്ക് അനുഗ്രഹമായി കാണണമെങ്കിൽ വീടില്ലാത്ത കഷ്ടപ്പെടുന്നവരെന്നറിയണം, വാടക വീട്ടിൽ കഴിയുന്നവരെന്നറിയണം. ഒരു മാസത്തിന്റെ വാടക കൊടുക്കാൻ നൽകുന്ന പ്രയാസങ്ങൾ വലുതാണ്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ വീട്, അത് വാടക വീടാവട്ടെ ഏത് വീടാവട്ടെ, ആ വീട്ടിൽ കഴിയുന്ന കാലത്തോളം ആ വീട്ടിലുള്ള ഉമ്മ വാപ്പ ഭാര്യ മക്കൾ എന്നും സന്തോഷത്തിൽ പിണക്കമില്ലാതെ ഇണക്കത്തോട് റാഹത്തോടു കൂടി കഴിയണം. ആ വീട് എല്ലാവരും ഒരുമിച്ച് കഴിയുമ്പോൾ പരസ്പരം മനസ്സുകൾ അകന്നു നിൽക്കുകയാണെങ്കിൽ അതിനെന്തർത്ഥമാണ് ആ വീട്ടിലേക്കുള്ളത്? നമ്മുടെ വീട്ടിൽ എന്നും റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങണം. റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന വീട്ടിൽ എന്നും സന്തോഷം ഉണ്ടാവും. റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങാത്ത വീടുകൾ ഏതൊക്കെയാണ്? വീട്ടിലെന്നും റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കിറങ്ങാതിരിക്കാൻ ഒന്നാമത്തെ കാരണം നമ്മുടെ വീട്ടിൽ സൂറത്തുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ, നമുക്കൊരുപാട് മഹാരഥന്മാരൊക്കെ വലിയ ഇഷ്ടമായിരിക്കാം, സ്നേഹമായിരിക്കാം. വജാവകൽ ബാബ, അതുപോലെ ഷംസുൽ ഉലമ, ഇങ്ങനെ ഒരുപാട് മഹാരഥന്മാർ, ഒരുപാട് മശായിഖന്മാർ, ഒരുപാട് നമ്മെ പഠിപ്പിച്ച ഉസ്താദന്മാർ, ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടവർ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ഇഷ്ടമായിരിക്കും. അവരുടെ സ്നേഹം കൊണ്ട് അവരെന്നും ഓർക്കാൻ വേണ്ടി അവരൊരു ഫോട്ടോ എടുത്ത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ മതിലോ മറ്റെവിടെയെങ്കിലും നാം ഒട്ടിച്ചു വെക്കുന്ന ചില വീടുകൾ അങ്ങനെ ഒരു പതിവുണ്ട്. അത് ഒഴിവാക്കണം. അത്തരക്കാരോട് സ്നേഹമുള്ള ആളുകൾ, നാം അവരെ ഫോട്ടോ വെക്കേണ്ട സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് മാത്രമേ വെക്കാൻ പാടില്ല. അതല്ലാത്ത വേറെ ഏത് സ്ഥലത്ത് വെച്ചതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്, നാം അവരുടെ സ്നേഹം ആഗ്രഹിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ തന്നെ വരാതിരിക്കും എന്നുള്ളതാണ്. അവരുടെ ഫോട്ടോസും നാം സൂക്ഷിച്ചു വെക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. എവിടെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? അതല്ലാതെ വെറുതെ എവിടെയെങ്കിലും ഒരു ഫോട്ടോ വെച്ചത് കൊണ്ട് എന്ത് കാര്യമാണ്? അവർക്ക് വേണ്ടി തഹ്ലീലുകൾ പറഞ്ഞ് ദുആ ചെയ്യുക, അവിടെ മദ്ഹുകൾ പാടുക, മൗലൂദുകൾ ഓതുക, ഇതൊക്കെയാണ്. ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. ഇതൊക്കെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ നല്ല കാര്യമാണ്, സൽക്കർമ്മമാണ്. അത്തരക്കാരുടെ, അതുപോലെ അസ്നാമുകൾ, അതായത് നമ്മുടെ വീട്ടിൽ പുലിയുടെയും പൂച്ചയുടെയും മറ്റു ഫോട്ടോകൾ നാം വീട്ടിൽ സൂക്ഷിക്കുന്നവരുണ്ട്. ചില ആളുകൾ അവരുടെ വീട്ടിൽ ഇങ്ങനെ മനോഹരമായി, അസ്നാം എന്ന് പറഞ്ഞാൽ മേൽഭാഗം, താഴ്ഭാഗം, ഈ 6 ഭാഗങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഈ ഫോട്ടോകൾ നമ്മുടെ വീട്ടിൽ, അവർക്കുള്ള അസ്നാമുകൾ നമ്മുടെ വീട്ടിൽ നാം സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നതിന് തൊട്ട് തടയായി മാറും. അതൊരിക്കലും നാം ചെയ്തു പോകരുത്. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ വാപ്പ അല്ലെങ്കിൽ ഉമ്മ സക്കറാത്തിന്റെ വേദനയിലായിരിക്കാം. ആ സമയത്ത് ആ ഉപ്പയും ആ ഉമ്മയെയും വളരെ സന്തോഷത്തിൽ നാം യാത്ര അയക്കേണ്ടതുണ്ട്. പെട്ടെന്ന് വാപ്പക്ക് ഉമ്മക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഡോക്ടർ കൈവഴിഞ്ഞതാണ്, ആ സമയത്ത് നേരെ നാം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ICUയിലേക്ക് കയറ്റാറുണ്ട്. നാം ചെയ്യുന്നത് വലിയ ദ്രോഹമാണ്. തലമറക്കാത്ത പെണ്ണുങ്ങളും സ്ത്രീകളും ഒരുമിച്ച് കൂടി ICUയിൽ വെക്കുന്നത് ഇന്ന് ജയിൽ കഠിന തടവിൽ വെക്കുന്നതിനേക്കാൾ അപകടമാണ്. നമുക്ക് വിചാരിക്കും അവിടെ പോയാൽ നല്ല സുഖമാണ് എന്ന്. ഒരിക്കലും അല്ല. അവിടെ ചില ഡോക്ടർമാരൊക്കെ പെരുമാറുന്ന രീതിയും ICUയിൽ കിടന്നവർക്കറിയാം, എനിക്കറിയാം. അത്രയ്ക്ക് മോശമായിരിക്കും അവിടുത്തെ പെരുമാറ്റയ്ക്ക്. വളരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, നമുക്ക് അവർ അവിടെ ഉണ്ടല്ലോ സന്തോഷമാണ് എന്ന്. കഠിന തടവിനേക്കാൾ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടേക്ക് ഉണ്ടാകുന്നത്. ആരോഗ്യത്തിന്റെ പേരിൽ നടത്തുന്ന പല തട്ടിപ്പുകളും. ആരോഗ്യമാണ്, അവിടെ എത്തിയാൽ എൻ്റെ വാപ്പ രക്ഷപ്പെടും, എൻ്റെ ഉമ്മ രക്ഷപ്പെടുമെന്ന് അസക്രാത്തിന്റെ വേദനയെ നമ്മുടെ മാപ്പയും ഉമ്മയും കൊണ്ടുപോയി കടത്തുന്നത്. ഒരിക്കലും നമ്മുടെ വീട്ടിൽ
അത്ര സമയങ്ങൾ സൂറത്തുൽ യാസീൻ, സൂറത്തുൽ റഅദ് ഓതുമ്പോൾ ആ വാപ്പയുടെയും ഉമ്മയുടെ റൂഹ് പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, അതിനവസരം ഉണ്ടാക്കി കൊടുക്കണം. ഡോക്ടർമാർ പറഞ്ഞുണ്ടാകും ഈ എന്തു ചെയ്തിട്ടും കാര്യമില്ല, അത് കൊണ്ടുപോകണമെന്ന്. എന്നാലും പോലും നാം അവരെ വീണ്ടും വേദനിപ്പിക്കുന്ന ഒരു ശൈലി ഉണ്ടാകരുത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഫോട്ടോസുകൾ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കണം. വാപ്പയുടെ സക്രാത്തിന്റെ വേദനയിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ആ വാപ്പ കിടക്കുന്ന റൂമൊക്കെ ശുദ്ധിയാണോ എന്ന് നോക്കണം. എട്ടുകാലുടെ ബണ്ണത്ത ബല പോലോത്ത എട്ടുകാലുടെ വിലകളൊക്കെ നീക്കി, അതൊക്കെ നജസ്സാണ്, അതൊക്കെ നീക്കപ്പെടണം. രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്ക് വരാതിരിക്കാൻ വലിയ അശുദ്ധിക്കാരായ, അതായത് ജനാപത്തുകാരായ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരികമായി ബന്ധപ്പെട്ട് അങ്ങ് കുളിക്കാതെ അങ്ങ് കിടന്നുറങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ഇനി കുളിക്കാൻ പ്രയാസമാണ്, വല്ലാത്ത തണുപ്പാണ്, ചൂടുവെള്ളമൊന്നുമില്ല എന്നെങ്കിൽ വുളു എടുത്തിട്ടെങ്കിലും കിടന്നുറങ്ങണമെന്നാണ്. ജനാപത്തുകാരായി നാം കിടന്നുറങ്ങിയാൽ അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ വീട്ടിലേക്ക് ഇറങ്ങൂല എന്നാണ്. വീട് എന്നും ശുദ്ധിയുള്ളതും സുഗന്ധമുള്ളതായി മാറണം. വീട്ടിലേക്ക് കയറുമ്പോൾ സന്തോഷമുണ്ടാക്കണം. അത് നമ്മുടെ സ്ത്രീകൾ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാർ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, വീട്ടിൽ നായ വളർത്തുന്ന വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്ക് ഇറങ്ങൂല എന്നാണ്. റഹ്മത്തിന്റെ മലക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി എന്നും മഗ്‌രിബ് ഇശാഇന്റെ നേരത്ത് നമ്മുടെ വീട്ടിൽ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യണം. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്ന വീട്ടിൽ എന്നും റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാകും. നാം അത് പതിവാക്കണം. നമ്മുടെ പെൺമക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. വീട്ടിൽ കൂടുതലുണ്ടാകുന്നത് സ്ത്രീകളാണല്ലോ. പുരുഷന്മാർ എന്ന് പറയുമ്പോൾ അവർ ജോലി തിരക്കുകൾ കൊണ്ട് എന്നും വീട്ടിൽ സജീവമായിരിക്കില്ല. ഇനി വീട്ടിലേക്ക് നിരന്തരം വരുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അവരെ കൃത്യസമയത്ത് എത്തൂല, ചിലപ്പോൾ വൈകിയായിരിക്കും എത്തുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ എന്നും സന്തോഷകരമായ വീടാകണം. ആ വീടിലൊന്നും ഒരിക്കലും പൈശാചികമായ ഷർറുകളൊന്നും ഉണ്ടാവാൻ പാടില്ല, കണ്ണേറൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നാരെങ്കിലും നാം അറിയാതെ നമുക്ക് ആരെങ്കിലും സിഹറോ മാരണോ മറ്റൊന്നും ചെയ്ത് നമ്മെ നശിപ്പിക്കാൻ വേണ്ടി അവർ ഒരുങ്ങുകയാണെങ്കിൽ അതിനൊക്കെ കാവലായി നിൽക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിലൊക്കെ ഒരിക്കലും ഒരു പ്രയാസവും ആ വീട്ടിൽ എത്ര വലിയ മാരണം ചെയ്യുന്നവരാണെങ്കിൽ ആ സൂറത്ത് അതിനൊരു തടസ്സമായി നിൽക്കുമെന്നുള്ളതാണ്. അതൊക്കെ നമ്മുടെ വീട്ടിൽ നാം പതിവാക്കണം. നമ്മുടെ മക്കളെ കൊണ്ട് അത് ഓതിപ്പിക്കണം. നമ്മുടെ വീട് ഖുർആൻ ഓതുന്ന വീടായി മാറണം. ചില വീടുകളിലൊക്കെ ഉണ്ട് മക്കളും അതുപോലെ ഉമ്മയും എല്ലാവരും ഇരുന്ന് മൊബൈൽ കാണും. എല്ലാവർക്കും കയ്യിൽ ഓരോ മൊബൈലാണ്. ആ മൊബൈലിക്ക് വേണ്ടി മക്കൾ വാശി പിടിക്കും. പിന്നെ മക്കളൊന്ന് അടങ്ങി കിട്ടാൻ വേണ്ടി മാതാപിതാക്കൾ അവരുടെ കയ്യിൽ മൊബൈൽ ഏൽപ്പിക്കുകയും ചെയ്യും. ആ മക്കൾ ആ മൊബൈൽ പലതും അനാവശ്യമായ വീഡിയോകൾ കണ്ട് സമയം കൊല്ലുന്നവർ എത്രയോ ആളുകളുണ്ട്. മുഅ്മിന്റെ സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഒരിക്കലും അത് നഷ്ടപ്പെടാൻ പാടില്ല. ഓരോ സമയത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ടാകും. അതിനെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ കൃത്യമായി മറുപടി പറയേണ്ടി വരും. നിന്റെ സമയം നീ എന്ത് ചെയ്തു? നിനക്ക് ഞാൻ ഇത്ര ആയുസ് തന്നുവല്ലോ, നീ അതിൽ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊക്കെ ചോദ്യം ഉണ്ടാകും. ആ സമയത്ത് അള്ളാഹുവിനോട് കൃത്യമായി മറുപടി പറയേണ്ടി വരും. നമുക്കൊക്കെ എന്തെല്ലാം ചെയ്യാൻ പറ്റും? സമയം പോകാൻ വേണ്ടിയാണ് ഉപയോഗം നോക്കുന്നത്. ഒരു തീരുമാനം എടുത്താൽ പോരെ, ഈ ഒരു മാസം അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ഖത്തം തീർക്കും അല്ലെങ്കിൽ 2 ഖത്തം തീർക്കും എന്നൊരു തീരുമാനം എടുത്താൽ പിന്നെ നമുക്ക് സമയമില്ല. പിന്നെ അത് ഓതി തീർക്കാനായിരിക്കും സമയം. നമുക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ അതൊന്ന് ഓതി തീർക്കാം. അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് 70,000 തഹ്ലീൽ ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമുക്ക് ഖബറിൽ രക്ഷപ്പെടാനൊക്കെ അത് വലിയ ഭാഗ്യമാണ്. അത് ചൊല്ലി തീർക്കാം. 1,00,000 ഇഖ്ലാസ് സൂറത്ത് ഓതി തീർക്കാം. ഇതിനൊക്കെ സമയം. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോ മൊബൈൽ പലതും കണ്ടുവല്ലോ. എന്താണ് നേടിയത്? എന്ത് കിട്ടി? എന്ത് നേട്ടമാണ് കിട്ടിയത്? സമയം പാഴായി, ആരോഗ്യം നഷ്ടപ്പെട്ട്, കുട്ടികളുടെ സ്വഭാവം നഷ്ടപ്പെട്ട് എന്നല്ലാതെ മറ്റൊന്നും നേടാൻ പറ്റിയിട്ടില്ല. ഒന്നും ആ സമയത്തൊക്കെ ദിക്റുകൾ ചൊല്ലിയിരുന്നെങ്കിൽ, ഖത്മുൽ ഖുർആൻ തീർത്തിരുന്നെങ്കിൽ
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ മാഷാ അല്ലാഹ് പരലോകത്ത് നാളെ മരണപ്പെട്ടു പോയി നിന്നെ ഖബറിൽ കൊണ്ടുപോയി കിടത്തപ്പെടുമ്പോൾ അതൊക്കെ നിനക്കൊരു താങ്ങും തണലുമായി നിന്റെ ഖബറിൽ നിനക്ക് നേരം പോക്കാക്കുന്ന ഒരു അമലായി മാറുമായിരുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സമയങ്ങൾ വളരെ കൃത്യമായി ഇബാദത്തിലൂടെ സ്വാലിഹായ സൽക്കർമ്മങ്ങളിലൂടെ ചെലവഴിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.